എന്താ നിർത്തിയത്? ഇനി മതി, എനിക്ക് വയ്യ, കിതച്ചു. അപ്പൊ ഞാൻ ഈ തൊണ്ടപൊട്ടി പാടുന്നതോ? അതെളുപ്പാ, വെറുതെ ഇരുന്ന് പാടിയാ മതി. ഞാനാ കിടന്ന് തുള്ളണ്ടേ. വയ്യ, ഇനി നാളെ വേഗം വീട്ടിലെത്താം. അമ്മായി എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. വിശന്ന് കൊടല് കരിയണു. 6 നേരം വലിച്ചു വാരിയുള്ള നിന്റെ തീറ്റയാണ് കുഴപ്പം. ഇരിക്കുന്നാണ്ടില്ലേ തടിച്ചി. നന്ദേട്ടൻ മേലിഞ്ഞ നീർക്കോലി പോലെ ആയിരിക്കണേ. ഇയാള് വെട്ടി വിഴുങ്ങാറുണ്ടല്ലോ. എന്താ എനിക്ക് മാത്രം പാടില്ലേ വിശപ്പുണ്ടാവും? എടി, നീ നർത്തകിയാണ്. അധിക വണ്ണവും തീരെ മെലിയാനും പാടില്ല. അതാണ് നാട്യശാസ്ത്രത്തിൽ നർത്തകി ലക്ഷണം. പിന്നെ ലക്ഷണം അത് എഴുതിയവർക്ക് വിശപ്പുണ്ടാവൊന്നും ഉണ്ടാവില്ല. ഇതേ ഒരു കാര്യമുണ്ട്, എന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ തടി കുറച്ചേ പറ്റൂ. ലക്ഷണമൊത്തവളായിരിക്കണം സീത. നൃത്തഭംഗി മാത്രം പോരാ, രൂപഭംഗിയും വേണം. എങ്കിലേ ക്യാരക്ടർ വിജയിക്കൂ. ഒരു യോഗിനിയുടെ രൂപം വേണം. രാമായണത്തിലെ സീതയല്ലിത്. സീത സർവതന്ത്ര സ്വതന്ത്രയായി രാമായണം നോക്കിക്കാണുകയാണ്. സീതയോട് ആരാ കാണാൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞോ? അതിനുവേണ്ടി പട്ടിണി അടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. നിന്നെ പിന്നെ എന്തിനു കൊള്ളാം കഴുതാ. നീ നോക്കിക്കോ, ഞാൻ വേറെ പിള്ളേരെ കൊണ്ടേക്കും. ആയിക്കോ, എനിക്കെന്താ. അങ്ങനെ ഒറ്റയ്ക്ക് വേണ്ട, ഇതും കൂടെ എടുത്തോ. നിന്നെ ഞാനൊരു ദേഹണ്ണക്കാരനെ കൊണ്ട് കെട്ടിക്കും. അങ്ങനെ ആവുമ്പോ അയാളുടെ കൂടെ നടന്ന് മൂക്ക് മുട്ട തിന്നാവല്ലോ. അങ്ങനെ വല്ല നല്ല കാര്യം ആലോചിക്കും. ഇത് സീത കണ്ട രാമായണം, രാവണൻ കണ്ട രാമായണം, ഹനുമാൻ കണ്ട രാമായണം. കിടക്ക വെച്ചിട്ടുണ്ട്, കിടക്കാറങ്ങി പോയി കിടന്നു. അമ്മ എന്തിനാ ചെയ്തത്? അവളല്ലേ എന്റെ കിടക്ക കുടഞ്ഞു വിരിക്കാറ്. അവൾ ഇനി പാത്രങ്ങളൊക്കെ മോറി അടുക്കള അടിച്ച് വാരി കഴുകി കുളിമുറിയിൽ വെള്ളമൊക്കെ കോരി നിറച്ച് ഒരു 100 കൂട്ടം പണി കഴിഞ്ഞു. എന്നിട്ട് മതിയല്ലോ. ഇനിയിപ്പൊ അതിന് മുഖം വീർപ്പിക്കും. അവളുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയില്ലേ? പാവം, അവൾ കേട്ടനോ അനിയാനോ ആരും ഇല്ലല്ലോ. അതിന് നമ്മളില്ലേ അമ്മേ? നമ്മുടെ അപ്പുണ്ണേര് വന്നിരുന്നു. പഴയ ലിസ്റ്റോ പുതിയ ലിസ്റ്റോ? അയാള് പറയണതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. നല്ല പൊന്നിന്റെ നിറം, വിടർന്ന നീണ്ട കണ്ണ്, വള്ളത്തോളിനേക്കാൾ വലിയ വർണ്ണനയാ. കാണുമ്പോ കറുത്ത ഒരു കോങ്കണ്ണി. ഇത് നല്ല സ്ത്രീയുള്ള കുട്ടിയാ. ഫോട്ടോ തന്നിട്ടുണ്ട്. ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളതാ. അയ്യോ, എന്നാ വേണ്ട. ഒരു കലാകാരനും കലാകാരിയും തമ്മിൽ വിവാഹം കഴിക്കാതിരിക്കാൻ നല്ലത്. അത് ഒരേ കല. കുടുംബം ശ്രദ്ധിക്കാൻ ആളില്ലാണ്ടാവും. പിന്നെ ഈഗോ, പ്രശ്നങ്ങൾ. വേണ്ട. ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. സ്കൂൾ ടീച്ചറാ. നല്ല കുടുംബം. അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ആലോചിക്കും. പെൺകുട്ടികൾ പറഞ്ഞമാതിരി പറയണെന്താ? നിനക്ക് ഫോട്ടോ ഇഷ്ടമായെങ്കിൽ അത് പറ. എനിക്ക് ഫോട്ടോ ഇഷ്ടമായില്ല, പക്ഷെ ആളെ ഇഷ്ടമായി. നിനക്ക് ഇഷ്ടമായോടി പെണ്ണെ? നോക്ക്. അപ്പുണ്ണാര് വേറൊരു കാര്യവും പറഞ്ഞു. നമ്മുടെ പുതിയ പലചരക്ക് കച്ചവടം തുടങ്ങിയ ആ എണ്ണക്കറുമ്പൻ നായരിച്ചക്കനില്ലേ, അവന് സുമയെ ആലോചിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്ത് കൊടുക്കും ചോദിച്ചു. കൊടുക്കേണ്ടത് എന്താന്ന് വെച്ചാൽ മാന്യമായിട്ട് കൊടുക്കാം. പക്ഷെ ഇവളുടെ പഠിപ്പ് നിർത്താൻ പറ്റില്ല. ഇവക്ക് നല്ല ഭാവിയുള്ളതാ, അത് നശിപ്പിക്കാൻ പറ്റില്ല. അത് പറയണം. ചെക്കന് നല്ല സ്വഭാവ, സുന്ദരൻ. എനിക്ക് വേണ്ട. പാരാൻ തോന്നുമ്പോ പറഞ്ഞാ മതി. വല്ല വണ്ടിക്കും തലവെച്ച് ചത്തോളാം. എന്തു പറഞ്ഞാലും ചാവണ വർത്താനം ഈ പെണ്ണിനുള്ളൂ. പേരെന്താണെന്ന് ചോദിക്കൂ. അതറിയാമല്ലോ, പിന്നെന്തിനാ ചോദിക്കണേ? അല്ല, സംസാരിക്കോ? സംസാരിക്കുമ്പോ വിക്കണ്ടോന്ന് മറ്റും അറിയണമല്ലോ. 8ാം ക്ലാസ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ സംസാരിക്കുന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. മായ അപ്പുറത്തേക്ക് വെക്കുള്ളൂ. എന്നാ ഇനി കാപ്പ് കുടിച്ചിട്ടാകാം മറ്റു കാര്യങ്ങൾ. എന്താ? ആവാം. ഓ, രക്ഷപ്പെട്ടു. ഇതെങ്കിലും ഇഷ്ടമായല്ലോ. ഇന്ന് തന്നെ നമുക്കെല്ലാം നിശ്ചയിക്കണം. നിശ്ചയിക്കാം. അതിനല്ലേ ഞാൻ വന്നിരിക്കണേ. അപ്പുണ്ണിയാര് പടച്ചാണ്ടിരിക്കുക. വീട് അടച്ചു പൂട്ടിയിട്ട് അമ്മയും സുമയും കൂടെ എവിടെ പോയിരിക്കുക? അമ്പലത്തിലോ മറ്റോ പോയിട്ടുണ്ടാവും. നന്ദോട്ടാ, ആ പെണ്ണൊരു അബദ്ധം കാണിച്ചു. സുമ. എന്താ? നെല്ലിനടിക്കുന്ന വിഷം കൊടുത്ത് കുടിച്ചു. സുമ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. ഭാഗ്യത്തിന് ജാനയമ്മ കണ്ടു. കൊണ്ടുപോകുമ്പോ ബോധമില്ല. എന്താ അമ്മേ, എന്തിനാ ഇവള് ചെയ്തത്? എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കണം. ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? ഒന്നും പറയാറായിട്ടില്ല. ആ സ്ത്രീയെ അവിടെ നിന്ന് കരയാതെ പുറത്തേക്ക് കൊണ്ടുപോകണം. വാമേ.
അവളെ വഴക്ക് പറയോ ശാസിക്കുകയോ വല്ലതും ചെയ്തോ? ഇല്ല. പിന്നെ എന്തിനാ അവളെ ഈ വിട്ടിത്തം കാട്ടിയത്? എന്താ അമ്മേ കാര്യം? എഴുതി വെച്ചതാ. എന്റെ മാത്രം നന്ദേട്ടന് വാക്കുകൊണ്ട് പോലും നന്ദേട്ടൻ മറ്റൊരാളുടേതാകുന്നത് സുമിക്ക് സഹിക്കാൻ കഴിയണില്ല. നന്ദേട്ടനും അമ്മായിക്കും ആർക്കും എന്നെ മനസ്സിലായില്ല. അർഹതയില്ലാത്തത് ചോദിച്ചു വാങ്ങാൻ മടി. മറ്റൊരു പെൺകുട്ടിക്ക് മനസ്സ് കൊടുത്തിട്ട് നന്ദേട്ടൻ തിരിച്ചു വരുന്നത് കാണാൻ സുമ നിൽക്കുന്നില്ല. മാപ്പ്. മറ്റൊരു ലോകത്ത് ഞാൻ കാത്തിരിക്കും. ഒരനിയത്തെ പോലെ കണ്ടിട്ട് നിന്റെ ഉള്ളിൽ ഇതായിരുന്നു കുട്ടി. മരണക്കിടക്കയിൽ നിന്നും അവൾ എഴുന്നേറ്റ് വന്നത് എൻ്റെ ജീവിതത്തിലേക്കായിരുന്നു. പിണക്കങ്ങളും പരിഭവങ്ങളും തീ പോലെ പടരുന്ന സ്നേഹവും. ഒരു കൊല്ലം കൊണ്ട് ഒരായുസിന്റെ സ്നേഹം അവൾ എനിക്ക് തന്നു. തിരിച്ച് ഞാനും കൊടുത്തിട്ടുണ്ട്, ഒട്ടും ബാക്കി വയ്ക്കാതെ. പക്ഷെ അവളത് സമ്മതിച്ചല്ല. ഞാൻ പിശുക്കനാണത്രേ. ഇനി മതി എനിക്ക്. കുറച്ചു നേരം കൂടെ കിടന്ന് എന്താ കുഴപ്പം? ഭയങ്കര കുഴപ്പമാ. പിശുക്കനാ നന്ദേട്ടൻ. ആറ് പിശുക്കൻ. മറ്റുള്ളവർ സ്നേഹിക്കണം, തിരിച്ചു തരില്ല. 1000 തന്നാ തിരിച്ചു തരണത് 10. എനിക്കിപ്പോ അത്ര സൗകര്യമുള്ളൂ. അപ്പൊ എന്റെ തോന്നല് ശരിയല്ലേ? എന്റെ സമയം നീ നിന്നിട്ടേ നമുക്ക് ആ പല്ലവി ഒന്നുകൂടെ നോക്കാം. എനിക്കും വയ്യ. എനിക്കറിയാം കടമ കാണിച്ചതല്ലേ, അല്ലാതെ ശരിക്കും ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല എന്നെ കെട്ടിയത്. ആ മായ കെട്ടാൻ പറ്റാത്ത എന്റെ കുശുമുണ്ട് എന്നോട്. ശരിയാ, അവളായിരുന്നു എത്ര സമാധാനം ഉണ്ടായിരുന്നു. ഇങ്ങനെ സ്വൈര്യം കെടുത്തില്ലായിരുന്നു എന്നെ. അപ്പൊ ഞാൻ സ്വൈരക്കേടാണല്ലേ? എന്ന് കെട്ടിക്കോളെ, ഞാൻ എവിടെയെങ്കിലും പോയി ചത്തോളാം. നീ പോയി ചാവ്, എനിക്കൊരു ചുക്കുമില്ല. ഞാൻ നല്ലൊരു മാവ് വെട്ടി അങ്ങ് ദഹിപ്പിക്കും. പിറ്റേന്ന് തന്നെ മായയെ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലൊരു പെണ്ണിനെ വേറെ കെട്ടിക്കൊണ്ടിരും. എന്നിട്ട് ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കും. അമ്പടാ, ആശ മനസ്സിലിരിക്കുള്ളൂ. അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട, കൊല്ലും ഞാൻ രണ്ടിനെയും. അതെങ്ങനാ, നീ മരിക്കില്ലേ? പ്രേതായിട്ട് വരും ഞാൻ. എന്നിട്ട് നന്ദേട്ടന്റെ കഴുത്ത് ഇങ്ങനെ ഞെക്കി കൊന്നിട്ട് കൊണ്ടുപോകും ഞാൻ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞതനുസരിച്ച് സുഖമായിട്ട് അങ്ങ് ജീവിക്കാം. എന്താ? നന്ദേട്ടൻ പറയണ എന്തെങ്കിലും ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? റിഹേഴ്സൽ ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യാതിരിക്കേണ്ടത് അനുസരണേ. ഈ പണ്ടാരം എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാ മതി. സുമ, നിനക്കറിയാലോ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹ ഇതൊന്ന് അവതരിപ്പിച്ച് കാണുക എന്നുള്ളത്. നീ ഇങ്ങനെ മടി പിടിച്ചിരുന്നാൽ എങ്ങനെയാ? വേറെ വല്ല കുട്ടികളായിരുന്നെങ്കിൽ 2 മാസം കൊണ്ട് ചിട്ടപ്പെടുത്താവുന്ന. ഇതിപ്പോ നാളെത്രായി? നിന്റെ മടിയാ. എന്നാ വേറെ കുട്ടികളെ പഠിപ്പിച്ച് അവതരിപ്പിച്ചോ. ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. അതിന് നിന്നെ പോലെ ലക്ഷണമൊത്ത ഗ്രേസ് ഉള്ള ഒരു കുട്ടിയെ കിട്ടണ്ടേ? ആ, അങ്ങനെ തുറന്നു പറ. അപ്പോ സുമയ്ക്ക് ഗ്രേസും നർത്തകി ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കുറച്ച് ഗമയൊക്കെ കാണിക്കാം. അതിലൊരു കുറച്ചിലും വിചാരിക്കണ്ട. ഇനി തുടങ്ങാം. മാഷേ, ഈ പൊട്ടങ്ങളി എപ്പോഴാ അവസാനിപ്പിക്കുക? സമയത്രയെന്നറിയോ? 1:30. നീ കിടന്നോ? അത് വേണ്ട, എഴുന്നേറ്റേ. ഞാൻ നല്ല മൂഡിലാ. നീ ഇത് ബ്രേക്ക് ചെയ്യാതെ. ഈ മൂടും അഭിലാഷങ്ങളും ഒക്കെ എനിക്കുണ്ട്. നിനക്കൂടി വേണ്ടിയല്ലേ ഇത്? ഇത് മാഷയുടെ ജീവിതാഭിലാഷാണ്. എന്റെ എന്താന്നറിയോ? എന്താ? ഇതുപോലൊരു കുട്ടി മാഷ്. നീ ഭയങ്കര കള്ളിയാ. കല്യാണിക്കുട്ടി അമ്മയെ കണ്ട ഉടനെ തിരിച്ചു പോരാന്നാ കരുതിയത്. അവര് സ്ഥലത്തില്ല. തിരിച്ചു പോന്നാ നാളെ വീണ്ടും അങ്ങോട്ട് പോകണ്ടേ? ഇന്നലെ വരൂന്ന് പറഞ്ഞു. വന്നപ്പോ രാത്രിയായി.
ക്ഷീണമുണ്ട്, ഇന്ന് രാവിലെ കാണാന്ന് പറഞ്ഞു. ഉടനെ വേണം. എനിക്ക് തൊട്ടാവാടിയായ ഭാര്യ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? രാവിലെ കണ്ടു, സംസാരിച്ചു. ഇപ്പൊ മുതൽക്ക് സ്നേഹം കിട്ടാത്ത കുട്ടി. എന്നാൽ ഒരു അതിലില്ലേ എന്തിനും? ചെല്ല്, ചെന്ന് രണ്ട് നല്ല വർത്താനം പറയും. നീ ഒന്ന് ചിരിച്ചാ മാറിന പിണക്കേ ഉള്ളവൾക്ക് അവളോട് വേഗം കുളിച്ചു വരാൻ പറ. എന്നിട്ട് രണ്ടാളും കൂടി ഇരിക്കുക, അമ്മ വിളമ്പി തരാം. എന്താ മണ അന്നും ഇന്നും എനിക്ക് അവൾ സ്വൈര്യം തന്നിട്ടില്ല. എന്നാ പറഞ്ഞ പോലെ ചെയ്യണമില്ല. പറഞ്ഞതാണ് ഒന്ന് കൂടെ കൊണ്ടുവന്ന്, അതേപോലും കാട്ടണില്ല. ഇപ്പൊ ഒളിഞ്ഞിരുന്ന് ചിരിക്കണുണ്ടാവും. സ്വയം പോകാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ പാവം എൻ്റെ അമ്മ. ഇനി കരയാൻ കണ്ണീരില്ല എൻ്റെ അമ്മയ്ക്ക്. അമ്മയ്ക്ക് വേണ്ടിയായി ജീവിതം. ജീവിതം എന്ന് പറയാൻ പറ്റില്ല. മോഹങ്ങൾ ഉണ്ടെങ്കിലല്ലേ ജീവിതമുള്ളൂ. അങ്ങനൊന്നില്ല. കുറച്ചാൾ മുമ്പ് വരെ സീതാരാമായണം അവതരിപ്പിച്ച് കാണണമെന്നുണ്ടായിരുന്നു. 10-15 വർഷത്തെ പഠനവും ചിന്തയും പ്രയത്നവും കൊണ്ട് ഞാൻ രൂപപ്പെടുത്തിയതാണ്. ജീവിതാഭിലാഷമായിരുന്നു. ഇപ്പൊ അതുമില്ല. അത് രംഗത്ത് അവതരിപ്പിക്കണം. നന്ദഗോപൻ എന്ന നർത്തകനെ കുറിച്ച് ലോകം അറിയണം. കൊലയാളിയായ ഒരു ഭ്രാന്തന്റെ നൃത്തശില്പം ആർക്ക് വേണം? നന്ദഗോപൻ എന്നൊരു നർത്തകൻ ജീവിച്ചിരുന്നില്ല. അയാൾ ഇങ്ങനെ ഒരു നൃത്തശില്പം ഉണ്ടാക്കിയിട്ടുമില്ല. പക്ഷെ ഞങ്ങൾക്ക് വേണം. വരും തലമുറയ്ക്ക് നൽകേണ്ടത് അങ്ങയുടെ ധർമ്മമാണ്, ഒരു കലാകാരന്റെ കടമ. വയ്യ, അതിനുള്ള മനസ്സോ ശേഷിയോ ഇല്ലെന്ന് തോന്നുന്നു. അത് വെറും തോന്നലാണ്. അങ്ങയ്ക്കത് കഴിയണം. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാണ്. സന്മനസ്സുള്ള എല്ലാവരും നമ്മോടൊപ്പം ഉണ്ടാകും. എന്റെ അച്ഛൻ, മാധവനുണ്ണി മാഷ്, സുന്ദരേശൻ മാഷ്, അങ്ങനെ പലരും. അരുതെന്ന് പറയരുത്. അങ്ങയുടെ ഭാവനയ്ക്ക് ചേർന്ന നായികയല്ല ഞാൻ. ലക്ഷണമൊത്ത് നർത്തകിയുമല്ല. മനസ്സുണ്ട്. അനുവദിക്കുമെങ്കിൽ സീതയെ ഞാൻ അവതരിപ്പിക്കാം. അനുഗ്രഹിക്കണം. പ്രോഗ്രാമിന്റെ ദിവസം എടുക്കുന്നവരും പേടിയാവണു. മാഷക്ക് ചീത്തപ്പേരുണ്ടാക്കുമോ ഞാൻ? നല്ല കല്ലിലാണ് ശില്പം ഉണ്ടാക്കുക. വർഷങ്ങളുടെ പ്രയത്നം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ശില്പി അറിയുക കല്ലിനുള്ളിൽ ബലക്കുറവുണ്ട്, അല്ലെങ്കിൽ ഒരു പൊട്ടുണ്ട് എന്നൊക്കെ. ആ ശില്പിയുടെ ദുഃഖം ഒന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് ദുഃഖമില്ല, സംതൃപ്തിയേ ഉള്ളൂ. ഇങ്ങനെ പ്രശംസിക്കരുത്, ഞാൻ അഹങ്കാരിയാകും. മാളു, ഒരു മിനിറ്റ്. എനിക്ക് ചിലപ്പോ ഈ വർഷം ഒരു വിദേശയാത്ര തരപ്പെടും, ഇംഗ്ലണ്ടിലേക്ക്. 30 പേരുടെ കഥകളി സംഘം പോകുന്നുണ്ട്. സ്റ്റുഡൻസ് ഞങ്ങൾ 3 പേരെ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഞാൻ അറിഞ്ഞു, ഉണ്ണിമാഷ് പറഞ്ഞു. മാഷും സംഘമല്ലേ പോണത്, അപ്പൊ അനിയനെ കൊണ്ടുപോകാതിരിക്കോ? അയ്യോ, മാഷ് പോയി, ഞാൻ പോട്ടെ. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക ഒത്തിക്കൊണ്ട് പോവാണേ. കാക്ക കൊത്തിക്കൊണ്ട് പോകുന്നില്ല, കാമ്പ് മുഴുവൻ കൊത്തി കൊത്തി തിന്നു, എന്നിട്ട് തൊണ്ട് ഇവന് കൊടുക്കും. ഇവനത് മതിയല്ലോ. തിന്നാനുള്ളത് പകുതിയും തിന്നു കഴിഞ്ഞു. ഒന്ന് ഉടഞ്ഞിട്ടുണ്ട് അവള്. പറഞ്ഞെന്താ? സീതയെ രാമായണം പറഞ്ഞ് അടക്കുന്നതിനാ? പുറത്തിറങ്ങി അന്വേഷിച്ച് നോക്ക്, പലരും പലതും പറയുന്നുണ്ട്. അവനൊരുത്തും കൂടി ചെയ്യുന്നു. അയ്യേ, മാളു, എന്താ? എനിക്കിത്തിരി സംസാരിക്കാനുണ്ട്. പിന്നെ അവിടെ എനിക്കിപ്പോ കുറച്ച് ധൃതിയുണ്ട്. റിഹേഴ്സലിന് സമയം അത് സാരില്ല, പറയാനുള്ളത് കേട്ടിട്ട് പോയാ മതി. പഠിപ്പ് കളഞ്ഞിട്ട് വേണം. അയാൾക്കത് ഇഷ്ടമില്ലെങ്കിൽ ഇവൾ ഇതിന് പോകണ്ട. നൃത്തമല്ല വലുത്, ജീവിതാ. നിങ്ങൾ എന്തൊന്നും പറയാത്തെ? നീ കിടന്ന് പിടയ്ക്കാതെ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. മാധവണ്ണി മാഷ എത്തി അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വരട്ടെ. ആര് തടഞ്ഞാലും ഇനി എനിക്കിതിന്ന് പിന്മാറാൻ പറ്റില്ല. നോട്ടീസും പരസ്യങ്ങളും ഒക്കെയായി. പ്രോഗ്രാമിന് ഇനി 2 ദിവസമേ ഉള്ളൂ. ഇനി ഞാൻ പിന്മാറുന്നത് ഒരു കലാകാരനോട് കാണിക്കുന്ന ചതിയാണ്. അച്ഛന് മനസ്സിലാവും അത്. അതെ, അതാണല്ലോ എന്റെ ധർമ്മസങ്കടം. അപ്പൊ നാളെ ഇവളങ്ങ് മരിച്ചു പോയാലോ? അല്ലെങ്കിൽ വല്ല കയ്യോ കാലോ ഒടിഞ്ഞ് കിടപ്പിലായാലോ? അങ്ങനെ എന്തെങ്കിലും ചെയ്തു തന്നാ മതി.
എനിക്ക് വിഷമമില്ല. നീ നാക്ക് വളച്ചൊന്നും പറയാതെ, അല്ലെങ്കിൽ തന്നെ കരിനാക്ക. ആ മാഷ് വരൂ, ഇരിക്കും. ഉടനെ വരാൻ പറഞ്ഞു. എന്താ അത്യാവശ്യം? ഒന്നും പറയണ്ട. നന്ദഗോപാലിനെയും മാളൂരും ചേർത്ത് കുട്ടികൾ എന്തൊക്കെയോ പറയണമെന്നോ, സോമശേഖരനെ അത് കേട്ട് ഇവിടെ വന്ന് ദേഷ്യപ്പെട്ടുവെന്നോ എന്തൊക്കെയോ ഇവള് പറയുന്നുണ്ട്. ചുരുക്കത്തിൽ എന്താ, ഈ പ്രോഗ്രാമിന് ഇവള് പങ്കെടുക്കണ്ടെന്നാ തീരുമാനം. ഓഹോ, ചീത്തപ്പേര് കേട്ടാ പിന്നെ ഞങ്ങൾ ജീവിക്കണോ മാഷേ? സോമൻ ഒട്ടും ഇഷ്ടമല്ല. അയാളുടെ ഇഷ്ടം നോക്കേണ്ടതെന്നാ ഞാൻ പറയണത്. അത് വിവാഹം കഴിഞ്ഞിട്ട് പോരെ? വെറുതെ ഈ കുട്ടിയുടെ മനസ്സ് തകർക്കല്ലേ. നിങ്ങളൊക്കെ കലാകാരന്മാരുടെ വംശമെന്നല്ലേ പറയണേ? കല ഒരു വൃതാണ്, ധ്യാനാണ്. ഇപ്പോ ഇവളുടെ ഏകാഗ്രത നശിപ്പിക്കരുത്. പക്ഷേ മറ്റുള്ളവർക്കത് മനസ്സിലാവണ്ടേ? ഒരു പെൺകുട്ടിയായി പോയി. പെൺകുട്ടിയായാലെന്താ? നിങ്ങൾ ഈ പറയണതൊക്കെ ഞാനും കേട്ടു. ഞാനത് ശ്രദ്ധിച്ചു പോലുമില്ല. ഇത് സ്വാഭാവികമാണ്. ഏത് കലാകാരനാണ് സമൂഹം വളർത്തിയിട്ടുള്ളത്? പരിഹാസത്തിന്റെയും ആരോപണങ്ങളുടെ ഇടയിലൂടെ സ്വയം വളർന്നിട്ടുള്ളവരേ ഉള്ളൂ. അല്ലാത്തവരുടെ വളർച്ച കെട്ടുപോയിട്ടേ ഉള്ളൂ. വളർന്നു കഴിയുമ്പോ ഇതേ സമൂഹം അവരെ അവകാശപ്പെടും. നാളെ മാളവിയെ അവകാശപ്പെടാൻ ഈ ആളിലൊക്കെ ഉണ്ടാവും. കുട്ടി, നീ ഇതൊന്നും ശ്രദ്ധിക്കണ്ട. അവഗണിക്കാനുള്ള കരുത്തുണ്ടാവണം. പക്ഷേ നമ്മുടെ മനസ്സ് പവിത്രമായിരിക്കണം. തെളിഞ്ഞ് കളങ്കമില്ലാതെ വെടിപ്പായ തങ്കത്തളിക പോലിരിക്കണം. വൃത്തിയുള്ള പാത്രത്തിലേ ഈശ്വരൻ ഭിക്ഷ തരൂ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? കുട്ടിയുടെ മനസ്സ് പവിത്രമാണെന്ന് കുട്ടിക്ക് ഉറപ്പില്ലേ? അവൾ വല്ലാതെ വേദനിക്കണം. ഇനി ഇതിനെക്കുറിച്ച് ഒന്നും അവളോട് പറയണ്ട. ഒരേട്ടന്റെ അധികാരം കാണിച്ചു, തെറ്റില്ലല്ലോ. ഈ ധൈര്യം മതി എനിക്ക്.